പാർട്ടിയാണ് വലുത്, എല്ലാം പാർട്ടി തീരുമാനിക്കും, പാർട്ടി തീരുമാനം അനുസരിക്കും, പാർട്ടി പറയട്ടെ, ആരും പാർട്ടിക്ക് മീതെയല്ല എന്നൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന പ്രയോഗങ്ങളാണ് അല്ലേ. വാസ്തവത്തിൽ എന്താണ് ഈ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി തീരുമാനം എന്നൊക്കെ പറയുന്നത്? അതൊരു അതിഭൗതിക ശക്തിയോ ശരി മാത്രം തിരഞ്ഞെടുക്കാനും ചെയ്യാനും സാധിക്കുന്ന ന്യായവും നീതിയും മാത്രം ആധാരമാക്കി പ്രവർത്തിക്കുന്ന എന്തെങ്കിലും മെക്കാനിസമോ മറ്റോ ആണോ? അല്ല, ഒരിക്കലും അല്ല. അതാത് കാലഘട്ടങ്ങളിൽ ഓരോ പാർട്ടിക്കകത്തും അധികാരം കൈയാളുന്ന, കിരീടവും ചെങ്കോലും കൈവശം വെക്കുന്ന, കൽപ്പനാധികാരമുള്ള വ്യക്തിയുടെയോ ഏതാനും വ്യക്തികളുടെയോ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും വ്യക്തിപരമായ താല്പര്യങ്ങളെയും വിളിക്കുന്ന ഓമനപ്പേര് മാത്രമാണ് പാർട്ടി തീരുമാനം എന്ന ഉമ്മാക്കി. അല്ലാതെ അതൊരു ഫിൽറ്ററിംഗ് മെക്കാനിസമേ അല്ല. ഉദാഹരണം പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുമൊക്കെ പ്രായപരിധി വരുമ്പോൾ ഒരാൾക്ക് മാത്രം അതിൽ ഇളവുണ്ടാകും. 2 തവണ മത്സരിച്ചവർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം വരുമ്പോൾ ഒരാൾക്ക് മാത്രം അത് ബാധകമല്ലാതാകും. കഴിഞ്ഞ മന്ത്രിസഭയിലെ ആരും തുടരേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുമ്പോൾ ഒരാൾക്ക് മാത്രം അതിൽ ഇളവ് ലഭിക്കുന്നു. ഒരാളുടെ പേരിൽ മാത്രം ഗവൺമെന്റ് അറിയപ്പെടുന്നു. തോറ്റു തുന്നം പാടിയപ്പോൾ അത് എല്ലാവരുടെയും പരാജയമാണ് എന്ന് എല്ലാവരും കൂടി വിനയപൂർവ്വം തീരുമാനിക്കുന്നു. പാർട്ടി മാറുമ്പോൾ വ്യക്തികൾ മാറുന്നു എന്ന വ്യത്യാസം മാറ്റി നിർത്തിയാൽ വ്യക്തി താല്പര്യങ്ങളിൽ വേരാഴ്ത്തി കിടക്കുന്ന ഈ പ്രതിഭാസത്തിന്റെ പേരാണ് പാർട്ടി തീരുമാനം എന്ന മിറാക്കിൾ. ഈ സിസ്റ്റത്തിനകത്ത് ദീപസ്തംഭ മഹാശ്ചര്യം എന്ന് പറയുന്നവർ നല്ല അണികളായി മാറുകയും രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നവർ കുലംകുത്തികളായി മാറുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ സ്രാങ്ക് പറയും അപ്പോ കേട്ടാൽ മതി, സ്രാങ്ക് കാണിക്കും അപ്പോ കണ്ടാൽ മതി എന്നതിൻ്റെ ഡെക്കറേറ്റഡ് ഫോം മാത്രമാണ് പാർട്ടി തീരുമാനം എന്ന പോത്താമ്പി.